ഹലോ ഗൈസ്, ടിറ്റോഗസിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നിൽക്കുന്നത് പറഞ്ഞാൽ ജനശതാബ്ദി ട്രെയിനിലാണ്. നമ്മൾ നേരെ പോയത് കോട്ടയത്തേക്ക്. സംഭവമൊന്നുമില്ല, ഒരു പുതിയ കിടുകിടച്ചി കിടിലം വണ്ടി നമ്മൾ ലോഞ്ച് ചെയ്യാൻ പോയത്. ആ ലോഞ്ചിന്റെ പരിപാടിക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഡിഫൻഡർ V2 അസ്ലമിന്റെ വണ്ടിയാണ് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് കോട്ടയത്തെ കുറച്ച് കാര്യങ്ങളും ആ വണ്ടിന്റെ റിവ്യൂലും വീഡിയോകളായിട്ട് പോകാം. അപ്പോൾ നേരെ വീഡിയോയിലേക്ക്. ട്രെയിനൊക്കെ ജറവറ നിറഞ്ഞ് തുള്ളിക്കിടക്കുകയാണ് എന്നൊക്കെ പറയാൻ ആഗ്രഹമുണ്ട്. പക്ഷെ ആരുമില്ല, 4 സീറ്റിൽ ആളേ ഉള്ളൂ. ഭയങ്കര ഒച്ചപ്പാടാണ്, നോയ്സാണ്. അതുകൊണ്ട് അതിൻ്റെ ഇവിടെ നിന്നൊന്നും ഷോട്ടുകളൊന്നും ഇല്ല. അപ്പോൾ നമുക്ക് നേരെ കോട്ടയത്തെത്തിയിട്ട് കോട്ടയത്തെ വിശേഷങ്ങൾ കാണാം. അപ്പോൾ ഗായ്സ്, നമ്മൾ കോട്ടയത്ത് എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ നമ്മളുള്ളത് കാർണേഷൻ 8 മനൂർ. ഇപ്പോൾ നമ്മളെ വണ്ടി ബാക്കിൽ ലോഞ്ച് ചെയ്യാനുള്ള വണ്ടി ഇവിടെ സെറ്റായിട്ടുണ്ട്. ആരൊക്കെ ഒളിഞ്ഞു നോക്കുന്നുണ്ട്, ആരൊക്കെയാണെന്നറിയില്ല. ഇതാണ് നമ്മളെ വണ്ടി ഒന്ന് ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. പക്ഷെ ആയിട്ടില്ല, സമയം കാര്യങ്ങളും ആയിട്ടില്ല. ഒരു 4 മണിയോട് കൂടിയാണ് മണിക്ക്. എത്ര മണിയായിപ്പോൾ? 3:15. 4 മണിക്കാണ് നമ്മൾ ലോഞ്ച് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ വണ്ടിയുടെ ബാക്കി പണിയൊക്കെ തീർത്ത് ഇപ്പോൾ സെറ്റ് ചെയ്ത് ഞാൻ ഏകദേശം ഒരു ഉച്ചയാകുമ്പോൾ എത്തിന്. ഇപ്പോൾ എല്ലാം കഴിഞ്ഞ് ഇതാ നിൽക്കുകയാണ്. ബാക്കി വണ്ടികളും കാര്യങ്ങളൊക്കെ പുറത്തുണ്ട്, ഞാൻ കാണിച്ച ആൾക്കാരൊക്കെ വെയിറ്റിംഗ് ആണ്. ഇതിന് കുറച്ച് വണ്ടിയും കൂടി വരാനുണ്ട്. അതും കൂടി വന്നിട്ട് വേണം നമ്മളെ ലോഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. ബാക്കി വണ്ടീസിൻ്റെ ഫീച്ചറും കാര്യങ്ങളും ഈ വണ്ടിയിൽ എന്തൊക്കെ ഉണ്ട് എന്ന് ഞാൻ ഇതിൻ്റെ ഉള്ളെന്നോ അല്ലെങ്കിൽ ഇതിൻ്റെ പുറത്തുനിന്നോ ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും. പക്ഷേ ഇതിൻ്റെ ബാക്ക് നിങ്ങൾ മാസ്മരിക്കാണ് മക്കളെ, പൊളിക്കും. ഒരേ പൊളി സാധനമാണ് ഇതിൻ്റെ ബാക്ക്. ഞാൻ ബാക്ക് കാണിച്ചു തരാം. ഫോണൊക്കെ തല്ലി പൊളിക്കുന്നുണ്ട്, ആവേശം കൊണ്ടാന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ ലോഞ്ചിൻ്റെ സമയത്തിന് കാണാം. ബാക്കി ആൾക്കാരൊക്കെ പുറത്ത് വെയിറ്റിംഗ് ആണ്, നമുക്ക് നോക്കാം. ഓ, മാസ്മരിക്കും. ഈ വണ്ടിയുടെ പിന്നാമ്പുറത്തുള്ള കാഴ്ചകളിലേക്ക്. ഇതാണ് ഈ വണ്ടി പണിത മൊത്തം മുതലാളി ഇവിടെ ഉണ്ട്. ആരും കണ്ട വഴി ഓടണ്ട. എന്നാ വന്നു, ഞാൻ വന്നിരിക്കും. വരാണ്ട് എവിടെ പോവാനാണ്? ഇത് നമ്മളെ അഖിലേട്ടൻ എന്നെ ഇപ്പോൾ എയർപോർട്ട് എന്നാ പറയുന്നത്, റെയിൽവേ സ്റ്റേഷൻ ഇവിടം വരെ കൊണ്ടുവന്ന മഹാൻ മൂപ്പറനിയൻ. ക്ലബ് മേറ്റിലൊരു അംഗം. അടുത്ത ആള്. ബാക്കി ആൾക്കാരൊക്കെ ഇവിടെ ആയിട്ട് നിൽക്കുന്നുണ്ട്. ഒരു കുട്ടി മീറ്റ് ഇപ്പോൾ ഇവിടെ നടന്നിട്ടുണ്ട്. അവൾ 800 ഇവിടെ തരാം. ഈക്കോ അടിപൊളി സാധനം. അതുപോലെ തന്നെ ഒരു സിവിക്കും കാര്യങ്ങളൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങോട്ട് വരികയാണെങ്കിൽ നമ്മളൊരു മന്നക്കിളി. ഈ മന്നക്കിളിയിലാണ് ഞാൻ വന്നതിപ്പോൾ. മന്നക്കിളിനെ പറ്റി പ്രത്യേകിച്ച് പറയാൻ അടിപൊളി സാധനം കേട്ടോ, ഒരു രക്ഷയില്ല. സിമ്പിൾ ആൻഡ് ഹമ്പിൾ എന്നൊക്കെ പറയാമല്ലോ. ഈ വണ്ടിയുടെ പേരും ഇപ്പോൾ ലോഞ്ച് ചെയ്യാൻ പോകുന്ന വണ്ടിയുടെ പേരും ഒരേ പേരാണ്, ദ ഡിഫൻഡർ V2. എന്താ ചെയ്യാം. ഇതൊക്കെ ഇപ്പോൾ നമ്മളെ കാണാൻ വേണ്ടി വന്ന ആൾക്കാരും കൂടിയാണ്, ഒന്നും വിചാരിക്കേണ്ട. ലോഞ്ചിനും എല്ലാം കൂടി വന്നതാണ്. മസ്മരിക്കുമായിട്ട് അപ്പോൾ ഒരു 4-5 വണ്ടികൾ ഇനിയും വരാനുണ്ട്. അപ്പോൾ ഞാൻ ഇപ്പോൾ തൽക്കാലം എടുത്തു. ഞാൻ കുറച്ചതിന് പണിയും കൂടി ഉണ്ട്. ബാക്കി ആൾക്കാരൊക്കെ ഇവിടെ ഉണ്ട്. അസിൻ സെറ്റായി. സാർ അല്ല, ഞാനല്ല അത് വേറെ ആളാ. ഫാൻ ബോയ്. ഓ, വണ്ടിയുടെ മുതലാളി ഇതാ ഇവിടെ നിൽക്കുന്നുണ്ട്. ഡാൻസും കളിച്ചിരിപ്പാണ്. പാവാട വെക്കാനല്ലേ, പാവാട വെക്കാൻ വേണ്ടി മൂടായിരിക്കാണ് ഇപ്പോൾ. അശ്വിൻ ചേട്ടായി പുതിയ ഉണ്ടായി മുതലാളിയാണ്, ഇപ്പോഴത്തെ പുതിയ ഉണ്ടായി മുതലാളി. യെസ്, അടുത്തതായി നമ്മുടെ ആൽഫ F8B ബോയും അതുപോലെ തന്നെ നമ്മുടെ ആംബ്രോൻ്റെ മുത്തുമണിയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഒന്നും സംഭവിച്ചിട്ടില്ല അവിടെയും. അപ്പോൾ നമ്മുടെ വലിയൊരു സബ്സ്ക്രൈബറും കൂടി എത്തിയിട്ടുണ്ട്. ഈ വണ്ടിന്റെ മുതലാളി, ആ വണ്ടിന്റെ മുതലാളിയാണ് ഈ മുതലാളി. ഇതാ നമ്മൾ ആൽഫ ബോയ് എത്തിയിട്ടുണ്ട്. അത് കിടല സ്ഥാനം. ഇതാണ് നമ്മൾ ആൽഫ ബോയ്, ആ കറുത്ത വണ്ടിയുടെ മുതലാളിയാണ്. അത് കറുത്തതല്ല, അത് കറുത്തല്ല ഷാഹിദ് പറയുന്നത്. ഓ, പീൽ ഓഫ് പർപ്പിൾ ആണ്. വെറൈറ്റി പേരുകളൊക്കെ ഉണ്ട്. ഇന്ത്യസ് ഫസ്റ്റ് പീൽ ഓഫ് പർപ്പിൾ അടിച്ച വണ്ടിയൊക്കെയാണ് ഇവിടെ. എന്താ ചെയ്യാം. ഇങ്ങനെ അനാവശ്യ വാക്കുകളൊന്നും വണ്ടിയിൽ എഴുതാൻ പാടില്ല എന്നാണ് ഷാഹിദ് പറയുന്നത്. അതുകൊണ്ടൊന്നും നോക്കിയില്ല. ആൽഫ ബോയിൻ്റെ വണ്ടി അതങ്ങ് പറിച്ച് കളയാണ്. ഒരു മാതൃകയാണ് നമ്മൾ ഷാഹിദ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഒരു വാഗനർ വന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം. ഒരു കിടിലം വാഗനർ വന്നിട്ടുണ്ട്. ഒരു കിടിലം വാഗനർ, ക്ലീൻ സ്പെക്ക് വാഗനർ ഇവിടെ എത്തിയിട്ടുണ്ട്. ഓ, കിടിലം DRലൊക്കെ ചെയ്ത് എനിക്കിഷ്ടപ്പെട്ടു. വണ്ടി എനിക്കിഷ്ടപ്പെട്ടു. മന്നക്കളികളൊക്കെ യാത്രാവലായി ഇതാ പോവുകയാണ്. നമ്മളെ അവർ പോയി. അപ്പോൾ നമുക്ക് ബാക്കി പരിപാടിയിലേക്ക് കിടക്കാം. ലോഞ്ചിന് കുറച്ചും കൂടി ആൾക്കാർ വരാനുണ്ട്, അതാണ് ലേറ്റ് ആയിക്കൊണ്ട് നിൽക്കുന്നത്. അത് കഴിഞ്ഞാൽ മാത്രമേ നമ്മളെ പരിപാടി നടക്കും.
അവർക്ക് കുറച്ച് പോകാനുണ്ട്. നാളെ മോൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ അങ്ങനെ വന്ന് അപ്പോൾ അവരെ ഹാപ്പി ബർത്ത്ഡേയും കൂടി ഞാൻ പറഞ്ഞിരിക്കുന്നു. ലോഞ്ചിൻ്റെ കുറച്ച് പരിപാടികളും കൂടി ബാക്കിയാണ്. 2 വണ്ടിയും കൂടി അതിന് വരാനുണ്ട്. അതും കൂടി വന്നതിന് നമ്മൾ ലോഞ്ച് തുടങ്ങാം. ബാക്കി എല്ലാ പരിപാടിയും കഴിഞ്ഞ് ഉള്ളിൽ വർക്കെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇങ്ങനത്തെ സുഹൃത്തുക്കളെ ഇവർ പബ്സും ഫ്രൂട്ടിയും കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹലോ യെസ് ഇതാ നിങ്ങൾ മാസ്ക് അയക്കും. നിങ്ങൾ മാസ്ക് അയക്കണോ? ഇതാണ് ഹക്കീം ക. കണ്ടാൽ നോക്കണ്ട വലിയ വയസ്സും പ്രായമുള്ള മനുഷ്യരാണ്. 40-45 വയസ്സായി. ആരോടെ പടക്കം പൊട്ടിച്ച് കളിക്കുന്നുണ്ട്. നമുക്ക് പറ്റാ പബ്സിൻ്റെ കഷ്ണം കിട്ടുമോ നോക്കാം. എല്ലാവരും ഇപ്പോൾ പബ്സിലേക്കാണ് കോൺസെൻട്രേഷൻ പോയിക്കൊണ്ടിരിക്കുന്നത്. നോക്കിയാലും മനസ്സിലാവും പബ്സും ഫ്രൂട്ടിയിലാണ് ഇപ്പോൾ എല്ലാവരും ശ്രദ്ധ. എല്ലാവരും ഇപ്പോൾ ലോഞ്ചൊക്കെ മറക്കുന്നതാണ് തോന്നുന്നത്. ഇതാ നോക്കിയാൽ ഏതാ ഫ്രൂട്ടി അടി അസ്ലം. ഇതാ നമുക്കുള്ള പബ്സും ഫ്രൂട്ടി ആയിട്ട് വരുന്നുണ്ട്. യെസ് മുത്തുമണി. അപ്പോൾ കാഴ്ചതാ നമ്മളെ ലോഞ്ച് തുടങ്ങാൻ പോയേനെ. ഇത് നമ്മൾ അസ്ലം അണ്ണൻ. ഈ വണ്ടി പണിതാണ് KL05 വിഷ്ണു. അസ്ലം ഫുള്ളി കൺഫ്യൂസ്ഡ് ആണ് ഇപ്പോൾ. മാസ്ക് ഇടണോ മാസ്ക് വേണ്ടിയോ? ഇവിടെ പൊക്കാൻ പോയത് ഗായ്സ്. എന്നാ മാസ്ക് മാറ്റി എന്ന തീരുമാനത്തിൽ അസ്ലം. മാസ്മാരിക്കും അപ്പോൾ കാഴ്ച നമ്മളെ റിവ്യൂലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് തിരക്കൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ നമ്മളെല്ലാവരും ഫ്രീ ആയി ഓരോ സ്ഥലത്തായിട്ട് ഇരിക്കുക. അപ്പോൾ ഞാൻ വണ്ടിയുടെ കാര്യത്തിലേക്ക് കിടക്കാം. വണ്ടിയുടെ മെയിൻ ഹൈലൈറ്റിൻ്റെ പറയാൻ ഈ വണ്ടിയുടെ ഫ്ലൈ ഡോർ തന്നെയാണ് മെയിനായിട്ട് പറയാമല്ലോ. 2 ഫ്ലൈ ഡോറാണ് മെയിൻ. ഫ്രണ്ട് 2 ഡോറും ഫ്ലൈ ഡോറാണ് ചെയ്തിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ അടിപൊളി സെറ്റപ്പാണ്. നമുക്കിപ്പോൾ താഴേക്ക് ഇങ്ങനെ ഇതാക്കാം, ഉള്ളിലേക്ക് ഇങ്ങനെ അടക്കാൻ പറ്റും. അതുപോലെ തന്നെ പുറത്തേക്ക് തുറക്കുകയാണെങ്കിൽ ഇതാ ഇങ്ങനെ മുകളിലേക്ക് ആക്കാം. എന്ന് പറഞ്ഞാൽ സാധാരണ ഫ്ലൈ ഡോർ അല്ല, എല്ലാവർക്കും സുഖമായിട്ട് കയറാനും ഇറങ്ങാനും പറ്റുന്ന ഒരു രീതിയിലാണ് ഇതിൻ്റെ ഫ്ലൈ ഡോർ സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിന് മുമ്പിലേക്ക് വരുമ്പോൾ തന്നെ സ്റ്റോക്ക് ബമ്പറാന്ന് തോന്നും, പക്ഷേ അല്ല. സ്റ്റോക്ക് ബമ്പർ താഴെ തന്നെ ഒരു സ്പ്ലിറ്ററും അതുപോലെ തന്നെ ഒരു ലിപ്പും കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഹെഡ്ലൈറ്റിൽ DRും കാര്യങ്ങളും അതുപോലെ ലെങ്കിലും പ്ലസിലൊക്കെ ആയിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അലോയ് എന്ന് പറയാമല്ലോ, നല്ല അടിപൊളി ഒരു അലോയ് തന്നെയാണ്. ഇപ്പോൾ വൈറ്റ് പെയിൻ്റ് അടിച്ചൊരു കിടിലും അലോയ് തന്നെയാണ് ഇതിൽ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിൻ്റെ സൈഡിലേക്ക് വരുമ്പോൾ ഈ മിററും നെപ്പോളിയൻ മിറർ എന്നറിയപ്പെടുന്ന ഒരു മിററാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. നമുക്കറിയാം സാധാരണ മാരുതി 800-നൊക്കെ അധികം ആൾക്കാർ ചെയ്യുന്നൊരു മിറർ തന്നെയാണിത്. പിന്നെ ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് നമ്മൾ ബാക്കിലേക്കാണ്. ബാക്കാണ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് ആയിട്ട് വരുന്നത്. എന്ന് പറഞ്ഞാൽ മാക്സിമം നമ്മളെ മ്യൂസിക് സിസ്റ്റം ഈ വണ്ടിയിൽ ചെയ്തിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് എന്ന് പറയുകയാണെങ്കിൽ ഒരു JBL ആംബിലുണ്ട്. അതുപോലെ തന്നെ ഒരു കപ്പാസിറ്റർ കൊടുത്തിട്ടുണ്ട്. 2.5 ഫാരഡിൻ്റെ ഒരു കപ്പാസിറ്റർ ഇതിൽ ചെയ്തിട്ടുണ്ട്. ഇത് JBLൻ്റെ AH500 AI എന്ന് പറഞ്ഞ സീരീസും അതുപോലെ JBLൻ്റെ 350 വാട്ട്സിലുള്ള ഒരു സീരീസുള്ള സാധനമാണ്. ഇത് പയനിയറിൻ്റെ ചാമ്പ്യൻ സീരീസ് വരുന്ന ഒരു ലിമിറ്റഡ് എഡീഷൻ സബ് വൂഫറാണ്. ലിമിറ്റഡ് എഡീഷനാണ്. അത് ഡുവൽ കോയിൽ സബ് വൂഫറാണ്. ഇത് പിന്നെ ഒരു ഹോളോഗ്രാമാണ്. ഒന്നുമില്ല, പക്ഷേ ഒരു നമുക്ക് നല്ലൊരു ലുക്ക് ഉണ്ടോ കാണാം. ഉള്ളിലേക്ക് ഇങ്ങനെ നോക്കിയാൽ ഇങ്ങനെ ലൈറ്റ് ഉള്ളിലേക്ക് പോകും. അത് ഒറ്റ ബൾബ് വേളും, പക്ഷേ അതൊരു ഹോളോഗ്രാം ലുക്കിലാണ് പോകുന്നത്. പിന്നെ ബാക്ക് ബമ്പർ വേറെ ലക്ഷ്യമില്ലാത്ത സാധനമാണ്. ബാക്ക് ബമ്പർ ഒരു അടിപൊളി സാധനമാണ്. ഇത് കസ്റ്റമർ ചെയ്തെടുത്താണ്. കസ്റ്റമർ ചെയ്തിട്ട് അതിൽ 2 എക്സോസ്റ്റ് ടിപ്പും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ വണ്ടിയിൽ എക്സോസ്റ്റ് സിസ്റ്റം ആൾവട്രോണിക്കാണ്, അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ നമ്മളെ ഫ്ലാഗിൻ്റെ ഒരു ടൈൽ ലാമ്പും ചെയ്തിട്ടുണ്ട്. അത് അടിപൊളി സാധനം തന്നെയാണ്. കാണുമ്പോൾ തന്നെ നമുക്ക് അടിപൊളിയായിട്ട് എന്താ പറയുക, നല്ല സ്റ്റാൻഡേർഡ് ലുക്കുള്ള ഒരു ഐറ്റമാണിത്. ഇതിലേക്ക് വരുമ്പോൾ ഈ വണ്ടി എന്താ പറയുക വേറെ ലെവലാണ്. ഫസ്റ്റ് തന്നെ നമുക്ക് പറയുകയാണെങ്കിൽ ഒരു 5 ഇഞ്ച് RPM മീറ്റർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു വാട്ടർ ടെമ്പറേച്ചർ, അതുപോലെ ഒരു വോൾട്ടോമീറ്റർ, അതുപോലെ ഒരു RPM കൂടി ചെയ്തിട്ടുണ്ട്. 3 RPM മീറ്ററും 3 ചെറിയ മീറ്ററും ഒരു വലിയ മീറ്ററാണ് മെയിനായിട്ട് ഇതിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ സിസ്റ്റത്തിൻ്റെ കാര്യത്തിലേക്ക് ഒരു പയനിയറിൻ്റെ ഔട്ടും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ഡബിൾ ടിന്നും അതിൽ കൊടുത്തിട്ടുണ്ട്, റോഡ് മാസ്റ്ററിൻ്റെ. അതാണ് മെയിനായിട്ട് സിസ്റ്റത്തിൽ കൊടുത്തിട്ടില്ല. പിന്നെ പുഷ്ടായിട്ട് സെറ്റിംഗ്സാണ് ഈ വണ്ടിയിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഒരു മോമോ സ്റ്റെയറിങ്ങും അതുപോലെ തന്നെ ഗിയർ നോബും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഫ്രണ്ടിലെ മ്യൂസിക് സിസ്റ്റം വരുമ്പോൾ JBLൻ്റെ 609 സീരീസിൽ വരുന്ന ഒരു കമ്പോണൻറ്റ് സ്പീക്കറും കാര്യങ്ങളാണ്. ഇതതിൻ്റെ സ്പീക്കറും അതുപോലെ തന്നെ അതിൻ്റെ റൂട്ടർ അതിൻ്റെ മുകളിൽ തന്നെ ഉണ്ട്. പിന്നെ ഇതാണ് അതിൻ്റെ ക്രോസ് ഓവർ. ഇതിൻ്റെ ഉള്ളിലാണ് അതിൻ്റെ ക്രോസ് ഓവർ വരാം. ഇന്റീരിയർ ഫുള്ള് നമുക്കൊരു റെഡ് ആൻഡ് ബ്ലാക്ക് കോമ്പോയിലാണ് ഈ വണ്ടി ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ഹാൻഡ് റെസ്റ്റ് നോക്കിയാൽ തന്നെ അറിയാം റെഡ് ആൻഡ് ബ്ലാക്ക്. അതുപോലെ തന്നെ സീറ്റ് കവർ ഫുള്ള് വണ്ടീൻ്റെ ഉള്ളിൽ ഫുള്ള് റെഡ് ആൻഡ് ബ്ലാക്ക് ആണ്. അതുപോലെ ഡോർ പാഡും ആ ഒരു സീരീസിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. കണ്ടാൽ തന്നെ മനസ്സിലാവും. ഒരു കാര്യം ഞാൻ ഇതിൽ പറയാൻ മറന്നുപോയി, ഇതിൻ്റെ ബാക്കിൽ ഒരു ലേസറും കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ലേസർ. പക്ഷേ ഇതിപ്പോൾ വോൾട്ടേജ് ആംബിയർ കുറഞ്ഞിട്ടല്ല ഈ വണ്ടിക്ക്, അപ്പോൾ ലേസർ ഓൺ ആവില്ല. അതാണ് ഇതിൻ്റെ ഇപ്പോഴത്തെ പ്രശ്നം. പിന്നെ ഈ വണ്ടിയിൽ മുമ്പിൽ ഒരു അടിപൊളി സ്പ്ലിറ്ററും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. നല്ല അടിപൊളിയാണ്. പിന്നെ എൻ്റെ ബോണറ്റ് തുറക്കുകയാണെങ്കിൽ നമുക്ക് നോക്കാം. ഷമാസ തുറക്കുകയാക്കോ? നല്ല ചൂടുണ്ടെന്ന് തോന്നുന്നു ഇഞ്ചിന്.
യെസ്, ഒരു കാനൻ എയർ ഫിൽറ്ററും ഒരു സ്റ്റെയിൻലെസ് സ്റ്റീലിലാണ് ചെയ്തിട്ടുള്ളത്. പക്ഷേ വേറെ എന്താ പറയുക, നീറ്റ് ആൻഡ് ക്ലീൻ ഇഞ്ചർ റൂമാണ്. നല്ല വൈറ്റിൽ ചെയ്തിട്ടുണ്ട്. നല്ല നീറ്റ് ഇഞ്ചർ റൂമാണ് വണ്ടിൻ്റെ. വേറെ കൂടുതൽ കച്ചറ കാര്യങ്ങളോ ഒന്നുമില്ല. നല്ല നീറ്റായിട്ടുള്ള ഇഞ്ചർ റൂമിൽ ഒരു സ്റ്റെയിൻലെസ് സ്റ്റീൽ. ഇത് സ്റ്റെയിൻലെസ് സ്റ്റീലിൽ ബെൻഡ് ചെയ്ത് ഉണ്ടാക്കിയെടുത്താണ് കഷ്ടമായിട്ട്. അപ്പോൾ ഇതിൻ്റെ ഡോർ ഇതിൻ്റെ വാൾവോട്ടർ സിസ്റ്റം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ വണ്ടിയിൽ സൗണ്ട് നോർമലാണ്. വണ്ടിയിൽ വാൾവോട്ടറാണ് സിസ്റ്റം ചെയ്തിട്ടുണ്ട്. സ്വിച്ചിലാണ് ഇതിൻ്റെ കൺട്രോൾ ഉള്ളത്. ഇവിടെ നമുക്കൊരു സ്വിച്ച് ഉണ്ട്. ഈ സ്വിച്ചിൽ ഞാൻ കാണിച്ചു തരാം. ഇവിടെയാണ് ഇതിൻ്റെ സ്വിച്ച് ഉള്ളത്. ഈ വണ്ടിയിൽ ഇവിടെയാണ് സ്വിച്ച് സെറ്റ് ചെയ്തില്ല. ഇതിലാണ് നമുക്ക് ഇതിൻ്റെ വാൾവോട്ടറാണ് സിസ്റ്റം കൺട്രോൾ ഉള്ളത്. ഇതും KL05 മോഡ്സ് എന്ന് അവരായിട്ട് ചെയ്ത് കൊടുത്താണ്. അവരുടെ കസ്റ്റം മെയ്ഡാണ്. പിന്നെ ഇതിൻ്റെ പുഷ്ടായിട്ടൊക്കെ വെറൈറ്റി ടൈപ്പാണ്. ഇത് നമുക്ക് 3 ടോഗിൾ സ്വിച്ചും വരും. പിന്നെ ഇതൊരു നമ്മളെന്താ പറയുക, ലംബോർഗിനി ടൈപ്പാണ്. ഇങ്ങനെ തുറന്നിട്ട് ഇതിൻ്റെ ഉള്ളിലാണ് പുഷ്ടായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട്. എല്ലാവർക്കും നമ്മുടെ ടോഗിൾ ബോർഡിൻ്റെ ഇപ്പുറം തന്നെ ആയിരിക്കും. പക്ഷേ ഇതിന് അങ്ങനെയല്ല. 3 തുറന്ന് ഇവിടെ ഇത് തുറക്കണം. ഇതിങ്ങനെ തുറന്നതിന് ശേഷം ഇവിടെയാണ് പുഷ്ടായിട്ട് വരുന്നത്. വണ്ടി ഓഫാക്കിയിട്ടില്ല, അതുകൊണ്ട് ഞാൻ കാണിച്ചു തരാം. പിന്നെ ഒരു റിവേഴ്സ് ക്യാമറ ഇപ്പോൾ ഡിക്കൊന്നുമില്ല. ഈ വണ്ടിയിൽ ബാക്ക് കാണാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് റിവേഴ്സ് ക്യാമറ ഈ വണ്ടിയിൽ ഫുൾ ടൈം ഓൺ ആയിരിക്കും. ഇതാണ് ഇതിൻ്റെ റിവേഴ്സ് ക്യാമറ. ഈ വണ്ടിയിൽ ഫുൾ ടൈം റിവേഴ്സ് ഓൺ ആയിരിക്കും. ഇത് നമ്മൾ സ്വിച്ച് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ ഈ വണ്ടിയുടെ ബാക്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നടക്കുന്ന അറിയണ്ടേ, അതിന് വേണ്ടിയിട്ടാണ് ഈ വണ്ടിയിൽ ചെയ്തിട്ടില്ല. അതൊരു സ്വിച്ച് വെച്ചിട്ടാണ് ചെയ്തില്ല. ഇത് ഓഫായി എങ്ങനെ ഒരു ഓണായി നമുക്ക് ഇത് ഫുൾ ടൈം ബാക്ക് കാണാൻ പറ്റും. അതാണ് ഈ വണ്ടിയിലെ മെയിനായിട്ടുള്ള സെറ്റപ്പുകളൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഡൗട്ട് ഉണ്ടാവും ഇതാരാണ് പണിത്. ഇതാണ് ഈ വണ്ടിയുടെ പണിത മഹാൻ എന്ന് പറഞ്ഞാൽ ഈ വണ്ടി ഫുള്ളി കോലത്തിലാക്കിയെടുത്ത മഹാൻ നമ്മളെ KL05 മോഡ്സ് വിഷ്ണു എന്നറിയപ്പെടുന്ന കോട്ടയത്തിൻ്റെ മുത്തുമണി അല്ലേ? എന്താ പറയാനോ അതിനെ പറ്റി? അടിപൊളി വണ്ടിയാണ്. വേറെ ലെവല്, ഒന്നും പറയാനില്ല. വേറെ ലെവല് ചോദിക്കാനുള്ള ഇത് കിടക്കയിൽ ഇങ്ങനെ വിശാല വിശുദ്ധമായി തുറന്നു വെച്ചിട്ട് ഇത് ഫുള്ള് പാക്ക് ചെയ്തതല്ലേ? ഫുള്ളായിട്ട് ചെയ്ത് ഉണ്ടാക്കിയെടുത്താണ്. എല്ലാ ബോക്സും ചെയ്ത് ഉണ്ടാക്കിയെടുത്താണ്. പിന്നെ ഇതിൻ്റെ ഇൻറ്റീരിയറിൽ ഒരു കാര്യം കൂടി പറയാൻ മറന്നുപോയി. ഗിയർ നോബിന് വേറെ ഹാൻഡ് ബ്രേക്കിന് ഇതിൽ മോമോൻ്റെ നമ്മൾ സാധനം സെറ്റ് ചെയ്തിട്ടുണ്ട്. മോമോൻ്റെ ഹാൻഡ് ബ്രേക്കാണ്. ഹാൻഡ് ബ്രേക്ക് എന്താ പറയുക, ഹാൻഡ് ബ്രേക്ക് പിടില്. ഇത് പിന്നെ അതിൻ്റെ കാര്യങ്ങളൊക്കെയാണ് ഈ വണ്ടിയിൽ. പിന്നെ ഇത് ലേസർ കൺട്രോൾ, തായ് ഫ്ലോർ, അണ്ടർ ബോഡി ലൈറ്റും റൂഫ് ലൈറ്റൊക്കെ ഉണ്ട്. രാത്രി അതിൻ്റെ അണ്ടർ ബോഡിയിൽ ലൈറ്റ് ഇങ്ങനെ എത്തും. അതിൻ്റെയൊക്കെ റിമോട്ടും കാര്യങ്ങളൊക്കെയാണ്. അതൊക്കെ എന്താ പറയുക, വണ്ടി ഒരു രക്ഷയില്ല, മാസ്മരികം അങ്ങനെ തന്നെ പറയേണ്ടത്. മ്യൂസിക് സിസ്റ്റമാണ്. പക്ഷേ നിങ്ങൾക്ക് ഇട്ട് കാണിച്ചു തരണമെന്നുണ്ട്. പക്ഷെ എന്താ ചെയ്യുക, കോപ്പിറൈറ്റ് കിട്ടുന്നത് കൊണ്ട് മാത്രം എനിക്കപ്പോൾ ഇടാൻ കഴിയില്ല. അത്രയൊക്കെ പറയാനുള്ളൂ. ഞാനിതിൻ്റെ ബാസ് ഇത് അടിക്കുന്ന സൗണ്ടൊക്കെ ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ ഇടുന്നുണ്ടാവും അതിൻ്റെ കൂടെ. അത് കണ്ടാൽ മനസ്സിലാവും നിങ്ങൾക്ക് അതിൻ്റെ പവർ എത്രയാണെന്ന്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇന്ന് തീരാൻ പോയത്. അപ്പോൾ ഇന്നത്തെ വണ്ടിയുടെ ഫുൾ വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് 2-3 നാളെ കാണിച്ചു തരാം. ഇതാണ് ഈ വണ്ടിയുടെ പെയിൻ്റ് അടിച്ച ആൾ. മൂപ്പർക്ക് യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട്, ഫോട്ടോഗ്രേഷൻ ആണ്. അതുപോലെ തന്നെ ഈ ഇപ്പോൾ ലോഞ്ചും കാര്യങ്ങളൊക്കെ ചെയ്തത് നമുക്ക് കാർണേഷനാണ്. കാർണേഷൻ കോട്ടയം വെട്ടുമാനൂർ എന്ന സ്ഥലത്തുള്ള കാര്യത്താണ്. ഇവരാണ് ലോഞ്ചിങ്ങും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വന്നിട്ടുള്ളത്. വണ്ടിയുടെ ഫുൾ വീഡിയോ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത് വിചാരിക്കുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നേരെ.